ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ അല്ല. ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി റീസ്റ്റാർട്ട്. ഫെയിൽ എപ്പോഴും നമ്മളൊരു എൻഡ് സൈഡിൽ വെക്കുക. നമ്മൾ പലപ്പോഴും ഫെയിലായി എന്ന് പറഞ്ഞാൽ തീർന്ന്, അവിടെ ലൈഫ് തീർന്ന് അല്ലെങ്കിൽ പരിപാടി തീർന്ന്. അങ്ങനെയല്ല, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പുതിയൊരു തുടക്കമാണ്. ആക്ച്വലി ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെക്കാളും ഫെയിൽ ആയതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാണ് പവർ കൂടുതൽ. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടി, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു, കുറേ കുഴിച്ചാടി, കുറേ ആൾക്കാർ എങ്ങനെയെന്ന് മനസ്സിലാക്കി, ബിഹേവിയർ മനസ്സിലാക്കി, നോളജ് കിട്ടി. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര പവർഫുള്ളാണ്. ഫെയിൽ ലാസ്റ്റിൽ തന്നെ, ഫെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്, ഇതാ മൈൻഡിൽ. നമ്മൾ സ്കൂളിലടക്കം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ടീച്ചേഴ്സ് എന്താ പറയല്ലേ കുട്ടികളോട്, എടാ ഈ തോറ്റു പോകട്ടോ, ഈ ഫെയിലാവട്ടോ, ഈ നോക്കിക്കോ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ തോറ്റു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തീർന്നു. ഇങ്ങനെയാണ് ഇവർ കണക്ട് ചെയ്യുന്നത് കുട്ടികളെ. നമ്മൾ പിള്ളേരടക്കം സ്റ്റുഡൻസ് അടക്കം മൈൻഡിൽ എന്താവുന്നത്, ഓക്കെ ഫെയിലായി കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ഒരു കാര്യത്തിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്ത് വേണം, ഫെയിലാവും, ഒബ്വിയസ്ലി ഫെയിലാവും. കാരണം നമ്മൾ എല്ലാ പ്ലാനും വർക്കൗട്ട് ആവില്ലല്ലോ. എല്ലാ പ്ലാനും വർക്കൗട്ട് ആണെങ്കിൽ ഒരു സിനിമ എന്ന് വേണം നമുക്ക് വിളിക്കുക, അങ്ങനെയല്ല, ലൈഫല്ലേ. അപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫെയിലാവുമ്പോൾ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ നമ്മുടെ മൈൻഡിൽ, ഐ മീൻ ആ ഒരു ഫൗണ്ടർക്ക് അല്ലെങ്കിൽ ആ ഒരു ആൾക്ക് ഉണ്ടെങ്കിൽ, ദാറ്റ്സ് ദ ബെസ്റ്റ് മൈൻഡ് സെറ്റ് ഹി ക്യാൻ അച്ചീവ്.